നാം ഒന്ന് മാനസാന്തരപ്പെട്ടാൽ, നാം നമ്മെ തന്നെ താഴ്ത്തിയാൽ നമ്മുടെ ഡെലിവറൻസിനെ, നമ്മുടെ വിടുതലിനെ, അനുഗ്രഹത്തെ ഒരു ശക്തിക്കും തടയുവാൻ കഴിയുകയില്ല. അങ്ങോട്ട് പോയ പ്രവാചകനെ ഇങ്ങോട്ട് തിരിച്ചു പൊള്ളിച്ച് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പ്രവാചകൻ തന്നെ 15 വർഷം. What a God we serve. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ്, ഏത് പ്രശ്നമാണെങ്കിലും, ഏത് മരണകരമായ വിഷയത്തിന്റെ മധ്യത്തിലാണെങ്കിലും ഒരു നല്ല അപ്പനാണ് നമുക്കുള്ളത്. ഇന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ വിഷയങ്ങളിലേക്കൊന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം കർത്താവ് പ്രവർത്തിക്കുവാൻ മതിയായവന്. അക്കാലം വരെ നമുക്കൊന്ന് സ്വീകരിക്കാം. കർത്താവെ, ഞങ്ങളത് സ്വീകരിക്കുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിന്റെ 18 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലൻ പോകുകയും അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അവിടെ വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആഴമായ മാനസാന്തരവും ദൈവഭയവും ആ പട്ടണത്തിലേക്ക് വരികയാണ്. സ്കേവയുടെ 7 മക്കൾ അവരെന്താ ചെയ്യുന്നത്? ഒരു ഭൂതം ബാധിച്ച, ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പുറത്താക്കാനുള്ള ശ്രമമാണ്. അഭാഗങ്ങളൊക്കെ വളരെ സുപരിതമാണല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ദുരാത്മാവ് ആ മനുഷ്യനിൽ നിന്ന് സ്കേവയുടെ 7 മക്കളെയും അടിച്ച് അവിടെ വസ്ത്രങ്ങളൊക്കെ കീറി നഗ്നരാക്കി അവരെ ഓടിപ്പിച്ചു വിടുന്ന ഒരു സംഭവം അവിടെ നടന്നു. യേശുവിനെ ഞങ്ങൾക്കറിയാം. ദുരാത്മാവെല്ലാം പറയുകയാണ്, അശുദ്ധാത്മാക്കൾ പറയുകയാണ്, യേശുവിനെ നമുക്കറിയാം. ആ ഭാഗം ഒന്ന് വായിക്കാം. ദുരാത്മാവ് അവരോട്, ദുരാത്മാവ് ഈ സ്കേവയുടെ മക്കളോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ്? എന്നോട് പോകുവാൻ, ഞാൻ കുടിയേറി പാർക്കുന്ന ഭവനങ്ങളിൽ നിന്ന്, ദേശത്തിൽ നിന്ന് പോകുവാൻ പറയും. നീ ആരാണ്? നിങ്ങൾ ആരാണ്? ആത്മവെല്ലാം നന്നായി അറിയുന്ന നാം ആരാണെന്നും നമ്മുടെ സ്പിരിച്വൽ റാങ്കിങ്ങും നമ്മുടെ ദൈവത്തോടുണ്ടായിരിക്കുന്ന ആത്മാർത്ഥതയൊക്കെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനും അറിയാം, പൈശാചിക മണ്ഡലത്തിനും അറിയാം. അവിടെ വലിയ ദൈവപ്രവർത്തികൾ നടക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യെസ്. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവര് അറിയുവാൻ ഒരു വാർത്തയായി തീർന്നു. സോ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്നത് അത് വാർത്തകളായി, എഫെസസിൽ വാർത്തയായതുപോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് യേശുവിന് ഒരു സിയോൻ പട്ടണത്തിൽ വാർത്തയായി മാറട്ടെ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അത് എത്ര വലിയ മന്ത്രവാദിയാണെങ്കിലും, എത്ര വലിയ ആഭിചാരം ചെയ്യുന്നവനാണെങ്കിലും, എത്ര വലിയ ദുരാത്മാവാണെങ്കിലും, എത്ര വലിയ വാഴ്ചയാണെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനെ ഞങ്ങൾക്കറിയാം. പൗലോസിനെയും പരിചയമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് മാത്രമല്ല, അവിടെ എഫേസ്യ സഭ ഒരു സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക. എന്തൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ മാത്രമല്ല, ഒരു കൂട്ടമായ നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുക. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ സ്തോത്രം. ഈ ശുശ്രൂഷകളെല്ലാം കാരണമായി തീരട്ടെ. ആമേൻ. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ദുർമന്ത്രവാദം, ശൂത്രം ചെയ്യുന്ന, മാജിക്കുകൾ ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്ന അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട അനേകർ അവർ വന്ന് എന്ത് ചെയ്തു? അവരുടെ പ്രവൃത്തികളെ കുറിച്ച് അനുദപിച്ച് അവർ ദൈവഭാഗത്തേക്ക് വന്ന് അവരുടെ പുസ്തകങ്ങളെ എല്ലാം കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന ഒരു വലിയ സംഭവം നടക്കുക. യെസ്. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഹല്ലേലൂയ. നാം അനുദപിക്കുമ്പോൾ പൈശാചികമായ ആശ്രയങ്ങളെ വിട്ട്, ആവിചാരത്തിന്റെ അവസ്ഥകളെയൊക്കെ വിട്ട് നാം അനുവദിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. നിങ്ങൾ ഒരു ആത്മീയ ശുദ്ധീകരണത്തിന് തയ്യാറാണെങ്കിൽ, ഒരു സ്പിരിച്വൽ ക്ലെൻസിങ്ങിന് വേണ്ടി തയ്യാറാണെങ്കിൽ, ഈ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ കത്തിപ്പടരും. നിങ്ങൾ പ്രബലപ്പെടും. ഒരു ദുരാത്മാവിനും ഒരു ശാപത്തിനും നിങ്ങളുടെ മേൽ പറ്റിയിരിക്കുവാൻ കഴിയും. So mightily grew the word of God. ആ കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. ഇതൊരു പട്ടണത്തിന്റെ കാര്യമാണ് പറയുന്നത്, പക്ഷെ നമുക്ക് വ്യക്തിപരമായി പേഴ്സണലൈസ് ചെയ്യാൻ, നമുക്ക് നമ്മളോടൊന്ന് പറയാം. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ശക്തിയോട് പരന്ന് പ്രബലപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ഒന്ന് കത്തിപ്പടരട്ടെ, ഒന്ന് ശക്തിയോടെ പരന്ന് പ്രബലപ്പെടട്ടെ. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവമകനാണ്, മകളാണെന്ന്. ആമേൻ. പ്രൈസ് ഗോഡ്. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആഴമായി നമ്മോട് ഇടപെടുന്നു. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ് വിച്ച് ക്രാഫ്റ്റ്, ആഭിചാരം. ഇന്നിവിടെ ഇരിക്കുന്ന അനേകർ ആഭിചാരത്തിന്റെ ഇരകളാണ്. യുവർ വിക്ടിംസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ബിസിനസ്സിന് വിരോധമായി, നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി, നിങ്ങളുടെ സമ്പത്തിന് വിരോധമായി ആഭിചാര, ദൈവസഭയിൽ ആഭിചാരത്തെക്കുറിച്ചും അങ്ങനെയുള്ള പൈശാചിക പ്രവൃത്തികളെ കുറിച്ചൊക്കെ വളരെ വിരളമായിട്ടുള്ള നമുക്ക് ആ ഒരു ബോധ്യമുള്ളൂ. പക്ഷെ ആഴമായി എഫെസസിൽ നടന്നതുപോലെ അവർ മാനസാന്തരപ്പെട്ടു. അവർ ഡെലിവറൻസ് നടന്നു, ദുരാത്മാക്കൾ പോയി. ഇതെല്ലാം വീട്ടിൽ വെച്ചോണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ അവർക്ക്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ശൂത്രം ചെയ്തുകൊണ്ടിരുന്ന സകല കാര്യങ്ങളും, മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന സകലത്തിൽ, എന്തിന്റെ മേലൊക്കെ പൈശാചികന് ക്ലെയിം ഉണ്ടോ, ന്യായമായിട്ട് അതിന്മേൽ റൈറ്റ് ഉണ്ടോ, ലീഗൽ ഗ്രൗണ്ട് ഉണ്ടോ, അതിനെല്ലാം എന്ത് ചെയ്തു? അവരതിനെ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആഴമായി മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇതുപോലെ മന്ത്രവാദം, ആഭിചാരം, ശൂത്രം, ലക്ഷണം അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ആഴമായി അനുദപിക്കുവാൻ. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ തലമുറകളിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതൊരു നിത്യസംഭവമായിരുന്നല്ലോ. എന്താവശ്യത്തിന് വേണ്ടിയും ആഭിചാരം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക. നമുക്ക് ദൈവത്തോട് പറയാം, അനുദപിക്കാം. ദൈവത്തിന് വെറുപ്പുണ്ടാക്കുന്ന സകലത്തെയും ഒന്ന് നശിപ്പിച്ച് കളയുവാൻ, ഒന്ന് ഇല്ലായ്മയാക്കി കളയുവാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ഭവനത്തിൽ നിന്നും,
ഡീപ് ഹൗസ് ക്ലെൻസിങ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് തട്ടി ഉണർത്തും. നിങ്ങളുടെ ഭവനത്തിലൂടെ ചുറ്റി നടന്ന് എവിടെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത, പിശാചിന് അതിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അത് പൂർവികന്മാരിൽ നിന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്ന പല കാര്യങ്ങളായിരിക്കാം. പൈശാചിക ക്ലെയിമുള്ള, പൈശാചിക ഒബ്ജക്റ്റുകളായി പിശാച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കട്ടെ. ഹല്ലേലൂയ. ആ വിചാരം അത് ദൈവത്തിന് വെറുപ്പാണ്. അതിന്റെ റൂട്ട് കിടക്കുന്ന എവിടെയാ? എന്താ സംഭവിച്ചത്? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു പ്രവാചക ഗണത്തിലോട്ട് ചേർന്ന മനുഷ്യനാണ്. രാജകീയ അഭിഷേകമുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് താൻ ആഭിചാരത്തിന്റെ ഇരയായി തന്റെ ജീവിതവും തന്റെ കുടുംബവും ഒക്കെ നശിച്ചു പോകുവാൻ കാരണമായി തീർന്നത്? 1 ശമൂവേൽ 15-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കും. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കും. For rebellion is a sin of witchcraft, and stubbornness is an iniquity and idolatry. Because thou hast rejected the word of the Lord, he hath also rejected from being king. Hallelujah. Rebellion, മത്സരം ആഭിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന്. ആമേൻ. എന്താണ് ആഭിചാരം? ശൂദ്രം, മന്ത്രവാദം, ഇതെല്ലാം ദൈവത്തിനെതിരായി, ദൈവത്തിന് വിരോധമായി, ദൈവാശ്രയത്തിൽ നിന്ന് മാറി പൈശാചിക ശക്തികൾ, സ്വന്തം ശക്തികളിൽ ദൈവത്തിനെതിരെ റിബല്യൻ, മർദ്ദലിപ്പ്, മത്സരം. അതിന്റെ ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ അത് കാണരുത്. സൗൽ രാജാവിനെ തന്റെ രാജകീയ അഭിഷേകത്തിൽ നിന്ന്, ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ നശിപ്പിച്ച് കളയുവാൻ. അതിന്റെ കാരണം താൻ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കാതെ, താൻ ദൈവത്തോട് മർദ്ദലിച്ച് സ്വന്തം ഇഷ്ടത്തിൽ നടന്ന് അവസാനം ഒരു വെളിച്ചപ്പാടെത്തിയുടെ അടുത്ത് പോയി മരിച്ചു കിടന്ന സമൂഹലിനെ പുറത്തു കൊണ്ടുവരുന്ന ആ പ്രവൃത്തിയിലേക്ക്. ഹല്ലേലൂയ. അവസാനം സൗൽ രാജാവ് വളരെ ഒരു ദാരുണ അന്ത്യം. That's the power of witchcraft, the sin of witchcraft. ദൈവത്തിന്റെ മക്കൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണമേ. 1-2 വാക്യങ്ങൾ വീണ്ടും നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം വായിക്കാം. Deuteronomy chapter 12 verse 2-4. Utterly destroy all the places wherein the nations which ye shall possess serve their gods upon the high mountains and upon the hills and under every green tree. നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിന് കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അശേര പ്രതിഷ്ഠകളെ തീയിലിട്ട് ചുട്ടുകളയണം. അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവയുടെ പേർ ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും 26-ാമത്തെ വാക്യവും നമുക്ക് വീണ്ടും വായിക്കാം. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. 26-ാമത്തെ വാക്യം. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന്, നീയും അതുപോലെ ശാപമായി തീരാതിരിക്കുവാൻ അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. നിനക്ക് അത് അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. അത് ശാപഗ്രസ്തമല്ലോ. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണമേ. Neither shalt thou bring an abomination into thine house, lest thou be a cursed thing like it, but thou shalt utterly detest it, and thou shalt utterly abhor it, for it is a cursed thing. വളരെ വ്യക്തമായി നമ്മൾ പുതിയ നിയമത്തിലായതുകൊണ്ട് നമുക്ക് കണ്ണിൽ കണ്ട എന്തും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നത് അനുഗ്രഹമാണ്. ഇന്ന് ലോകത്തിൽ ആഭിചാരം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആഭിചാരം, മന്ത്രവാദം, പൈശാചികമായിട്ടുള്ള ന്യൂ ഏജ് മൂവ്മെന്റിലൂടെ ചെറിയ കാര്യങ്ങളിൽ പോലും പൈശാചിക ശക്തികളെ തുറന്നുവിട്ട് പൈശാചിക ശക്തികളുടെ സഹായത്തോടെ ഓരോ ബിസിനസ്സുകളായിക്കോട്ടെ, ഓരോ പ്രൊഡക്റ്റുകളായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെ വിറ്റ് കിട്ടുവാൻ, അത് മാർക്കറ്റിൽ അത് പോപ്പുലർ ആകുവാൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ അതിൽ പൈശാചിക സിമ്പിളുകൾ, പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണമേ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, ഭവനത്തിലുണ്ടെങ്കിൽ, ഒരു ജാഗ്രത, ഒരു മുന്നറിയിപ്പ്. God hates, ദൈവം അത് വെറുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ അതിനെ ഇല്ലായ്മയാക്കണമേ എന്ന് വീണ്ടും കർത്താവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. God hates witchcraft. ദൈവം ആഭിചാരം വെറുക്കുന്നു, മന്ത്രവാദം വെറുക്കുന്നു. ആമേൻ. യെസ്. അവൻ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. And they caused their sons and their daughters to pass through fire and use divination and enchantments and sold themselves to the evil in the sight of the Lord to provoke the anger. അപ്പോൾ നാം ഇതുപോലുള്ള ആഭിചാര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന്റെ ശാപവും കോപവും നമ്മുടെ ജീവിതത്തിലേക്ക് നാം വാങ്ങുകയാണ്. നമ്മളിലൊരു ആഴമായ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 33-ാം അധ്യായം 52-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. Numbers chapter 33 and verse 52. Then you shall drive out all the inhabitants of the land from before you, and you shall destroy all their pictures
and destroy all their molten images. ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. പുതിയ നിയമത്തിൽ നമുക്കറിയാവുന്ന പോലെ ജഡരക്തങ്ങളല്ല നമ്മളുടെ വിഷയം, മനുഷ്യരല്ല. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ഇതുപോലുള്ള ശൂദ്രം ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക മണ്ഡലത്തോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അറിഞ്ഞോ അറിവില്ലായ്മയോ അവരതിന്റെ ട്രാപ്പിലായിരിക്കുന്നു. നമുക്ക് അവരോട് ഒരു ദേഷ്യമോ വൈരാഗ്യമില്ല. പക്ഷേ പൈശാചികമായ ഈ മണ്ഡലത്തെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന ആ വിചാരത്തിന്റെ ശക്തികളെ, അതിനെ വെറുക്കുവാൻ, എതിർക്കുവാൻ, അതിന്മേൽ യുദ്ധം കർത്താവിന്റെ നാമത്തിൽ. ഒരു ദേശം നശിച്ചു പോകാൻ കാരണം, ഒരു കുടുംബം നശിച്ചു പോകുവാൻ കാരണം, ഒരു തലമുറകൾ നശിച്ചു പോകാൻ കാരണം this is the sin of witchcraft. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആഴമായി ഒന്ന് മനസ്സാന്തരപ്പെടുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഒന്ന് ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 10 verse 13 and 14. സൗൽ രാജാവിന്റെ ജീവിതത്തെക്കുറിച്ച് എടുത്തു പറയുന്ന ദൈവത്തിന്റെ ആ ഹൃദയം വേദനിച്ച് നമ്മോട് ആ വിചാരം നമ്മെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്ന് ഒരു വാർണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്, ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 10 verse 13 and 14. യെസ്, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി so Saul died for his transgressions which he committed against the Lord. യഹോവയുടെ വചനം പ്രമാണിക്കായാലും നോക്കിയേ, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, അഭിഷേകം ചെയ്ത രാജകീയ അഭിഷേകവും പ്രവാചക അഭിഷേകത്തിന്റെ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന ഈ മനുഷ്യൻ തകർന്നു പോകുവാൻ, ഇല്ലായ്മയായി പോകുവാൻ, നശിച്ചു പോകുവാൻ, താൻ മാത്രമല്ല തന്റെ കുടുംബം മൊത്തവും ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. We should not be like King Saul. Yes, വായിക്കാം. വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കാത്തതുകൊണ്ട് അവനെ കൊന്ന് രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ദൈവത്തിന്റെ ന്യായവിധി സൗൽ രാജാവിന്റെ മേൽ വരികയാണ്. And inquired not of the Lord, therefore he slew him and turned the kingdom unto David the son of Jesse. 13ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും. ആ വിചാരം ദൈവം വെറുക്കുന്നു. ആ വിചാരത്തിന്റെ റൂട്ട് എന്താണ്? മർദ്ദലിപ്പ്, ശാഠ്യം. അത് ദൈവത്തിന് വെറുപ്പ. God hates it. Yes. യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായെങ്കിലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. Stop. Hallelujah. Once again, God hates witchcraft. ഒന്നുകൂടെ ഉറക്കെ പറയാം, God hates witchcraft. The sin of witchcraft is a grave sin. It will destroy you and destroy your descendants. അത് നമ്മളെ നശിപ്പിച്ചു കളയും. ആ വിചാരം നമ്മളെ നശിപ്പിച്ചു കളയും, നമ്മുടെ തലമുറകളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെട്ട് അതിൽ നിന്ന് ദൂരെ 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 മാറി നിൽക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ഒന്ന് മാനസാന്തരപ്പെടാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്ന് വീണ്ടും ഞങ്ങളോട് അങ്ങ് ഇടപെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആ വിചാരത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും, ആ വിചാരത്തെ എത്രമാത്രം അങ്ങ് വെറുക്കുന്നുവെന്നും, ആ വിചാരത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താണെന്നും, ഞങ്ങൾ മർദ്ദലിക്കുമ്പോൾ, ഞങ്ങൾ ശാഠ്യം കാണിക്കുമ്പോൾ, ഞങ്ങൾ സ്വയവരികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതെന്ത് മാത്രം അങ്ങയുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുമെന്ന് ഞങ്ങൾ കേട്ടു. അപ്പാ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചത് അത് പ്രമാണിക്കുവാൻ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന കർത്താവെ, പാവത്തെ, അങ്ങയ്ക്കെതിരായി പ്രവർത്തിച്ചിരിക്കുന്ന പാവത്തെ, അങ്ങയുടെ കൽപ്പനകളെ ഞങ്ങൾ ലംഘിച്ചത് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൈവശമായിരിക്കുന്ന അങ്ങ് വെറുക്കുന്ന, ശാപം കൊണ്ടുവരുന്ന, പിശാച് തന്റെ ക്ലെയിം മേക്ക് ചെയ്തിരിക്കുന്ന സകല കാര്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിനെ അകറ്റിക്കളയുവാൻ, അതിനെ നശിപ്പിച്ച് കളയുവാൻ, FSSൽ സംഭവിച്ചതുപോലെ കർത്താവെ, അത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അത് ഉന്മൂലമായി നശിപ്പിക്കുവാൻ, പിശാചിന് ഞങ്ങളുടെ മേൽ ഒരു ക്ലെയിമും ഇല്ലാത്തതുപോലെ ഒരാഴമായ ഹൗസ് ക്ലെൻസിങ്, ഒരു പേഴ്സണൽ ക്ലെൻസിങ്, ഒരു സ്പിരിച്വൽ ക്ലെൻസിങ്, ഒരു മോറൽ ക്ലെൻസിങ് ഞങ്ങളുടെ ഉള്ളിൽ നടക്കുവാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. അപ്പാ, നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം, 24-25 വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. സ്തോത്രം. വീണ്ടും ഒരു ജനത്തെ തിരഞ്ഞെടുത്ത്, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് സ്വന്തം ജനം എന്ന പേര് വിളിച്ച് ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങളും ദൈവത്തിന്റെ വ്യവസ്ഥകളും മോശ മുഖാന്തരം വീണ്ടും അരുളപ്പാട് കൊടുക്കുകയാണ്. യെസ്. അവയെ സേവിക്കരുത്. Thou shalt not bow down to their gods nor serve them. അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ച്, അത് അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയുക. break down their images. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ നിങ്ങൾ സേവിക്കുക. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നിന്റെ വെള്ളത്തെയും അനുഗ്രഹിച്ച് ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ അകറ്റിക്കളയുകയും ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകിയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെ ഒക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. ഞാൻ ഓടിക്കുകയും ചെയ്യും. പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ നമ്മൾ ഇതൊന്ന് കണ്ടാൽ ദൈവം പറയുകയാ, നാം എന്താ ചെയ്യേണ്ടത്? ദൈവാശ്രയം വിട്ട് അന്യ ആശ്രയങ്ങളിലേക്ക് നാം പോകരുത്. നാം ഇന്ന് ജീവിക്കുന്ന ദൈവമായ നമ്മുടെ നല്ല അപ്പനായ യഹോവയായ ദൈവം, കർത്താവായ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ വിട്ട് നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും ദൈവം നമ്മോട് പറയുകയാണ്, ഒരു മടങ്ങി വരവ് കർത്താവ് ദൈവസഭയോട്, ദൈവമക്കളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഒന്ന് നോക്കി, നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച്
രോഗത്തെ പരിപൂർണമായി നമ്മുടെ മധ്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, നിങ്ങളുടെ നടുവിൽ ഗർവം അലസുന്നവളും മച്ചിയായുള്ളവൾ കാണാതിരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യഹോവയെ തന്നെ നമസ്കരിക്കുക, സേവിക്കുക. ഹല്ലേലൂയ. നമ്മൾ ചെയ്തു കൂട്ടിയ പല ശാപങ്ങൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പല ശാപങ്ങളും എന്താ സംഭവിച്ചത്? രോഗാത്മാക്കളെ, അല്ലേ? പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ, അസുഖങ്ങൾ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല രോഗങ്ങളും അത് തലമുറകളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അത് ശരിയാണ്. എങ്കിലും അതിൻ്റെ റൂട്ട് കിടക്കുന്നത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളിലാണ്. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ ആ വിചാരത്തിൽ നിന്ന്, അന്യാരാധനകളിൽ നിന്ന്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൂർവ്വപിതാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം എടുത്ത് നാം മാനസാന്തരപ്പെട്ട് നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് മച്ചിയായിരിക്കുന്ന അവസ്ഥകളെ ദൈവം മാറ്റി ഗർവമലസുന്ന ആ ശാപത്തെ, ഹല്ലേലൂയ, ഒരു ശാരീരികമായ, മാനസികമായ, ആത്മീയമായ, വൈകാരികപരമായ ഒരു സൗഖ്യത്തിന് വേണ്ടി അതിന്റെ റൂട്ട് കിടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഒരു ശാപം. എവിടെയോ ഒരു മുറിയാത്ത ശാപം കിടക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും മാറാത്ത പല രോഗത്തിന്റെ അവസ്ഥകളുടെ വേര് കിടക്കുന്നത് ഇറ്റ്സ് എൻ കഴ്സ്. അത് മുറിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ആ ബോധ്യം തരും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉത്തരവാദിത്തം എടുക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. എവിടെയെങ്കിലും ഒക്കെ കർത്താവേ, സ്തോത്രം, പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ എന്തെങ്കിലും ലീഗൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, നിയമപരമായ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, നിയമപരമായ എന്തെങ്കിലും ക്ലെയിമുകൾ, റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാനസാന്തരപ്പെട്ട് സകലത്തെയും അങ്ങിലേക്ക് തിരിക്കുവാൻ നാം മാനസാന്തരപ്പെടുമ്പോൾ പാരമ്പര്യമായി നമ്മുടെ മേൽ വന്നു വീണിരിക്കുന്ന എല്ലാ രോഗത്തിൻ്റെയും വേരുകൾ നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവഭാഗത്തിലേക്ക് വന്ന് ഈ വചനം പറയുന്ന പോലെ നിങ്ങളത് പ്രമാണിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പാരമ്പര്യ രോഗങ്ങളെയും, പാരമ്പര്യ ശാപങ്ങളെയും, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മക്കളിൽ വന്നിരിക്കുന്ന എല്ലാ ആത്മീയമായ, ഭൗതികമായ, എല്ലാ ശാരീരികമായ, വൈകാരികപരമായ, മാനസികമായ രോഗങ്ങളെ കട്ട് ചെയ്ത് കളയുവാനുള്ള ഒരു ദൈവശക്തിയുടെ ഒരു വ്യാപാരമാണ് ഇന്ന് പകൽക്കാലം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഴമായ മാനസാന്തരങ്ങൾ പിശാചിന്റെ സകല ക്ലെയിമുകളെയും റൈറ്റുകളെയും കട്ട് ചെയ്ത് ദൈവത്തിന്റെ സൗഖ്യത്തെ, അളവില്ലാതെ ദൈവത്തിന്റെ സൗഖ്യം നമ്മളിലും നമ്മുടെ തലമുറകളിലേക്ക് ഒഴുക്കുവാൻ ദൈവത്തിന്റെ ഒരു ചാലായി ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് മാറട്ടെ. നിങ്ങൾ ആ വാസ്തവമായി അനുഭവിച്ചു കഴിഞ്ഞാൽ, വാസ്തവമായ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വന്ന്, കർത്താവെ, ഞങ്ങൾ തെറ്റിപ്പോയി കർത്താവെ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് അതിന് മുമ്പിൽ കർത്താവെ കുമ്പിട്ട് അതിൽ ആശ്രയിച്ച് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതെല്ലാം കർത്താവെ ഞങ്ങൾ ഏറ്റു പറയുന്നു. We close that door. We take responsibility, God. ഞങ്ങൾ ഉത്തരവാദിത്തം എടുക്കുന്നു. അപ്പ അങ്ങനെ വാസ്തവമായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മേൽ പാരമ്പര്യമായി വന്നിരിക്കുന്ന സകല രോഗത്തെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും, നോ മോർ, നോ മോർ, നോ മോർ. നീ എൻ്റെ തലമുറകളിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക് ഒരു പാരമ്പര്യ രോഗവും, ഒരു ഹെറിഡിറ്ററി ഡിസീസും, ഒരു ജനറ്റിക് ഡിസീസും, ഇന്ന് പകൽക്കാലം എത്ര പേര് അങ്ങനെ ഒന്ന് പറയും, എവറി ജനറേഷണൽ ഡിസീസ് സ്റ്റോപ്സ് വിത്ത് മീ. എല്ലാ പാരമ്പര്യമായ രോഗം അത് എന്നിൽ അവസാനിക്കും. നീ അങ്ങോട്ട് താഴോട്ട് എൻ്റെ തലമുറകളിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കൊച്ചുമക്കളിലേക്ക് അത് പോകുകയില്ല. പ്രൈസ് ഗോഡ്, ആമേൻ. പല കാരണങ്ങളുണ്ട് ശാപം. നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, സത്യങ്ങൾ നമ്മളത് എത്രയും നേരത്തെ മനസ്സിലാക്കുന്നു, നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുവോ, നമ്മൾ പോയ ശാപത്തിൽ, നമ്മൾ പോയ ഈ വിഷയങ്ങൾ, സ്തോത്രം, ശാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വിവിധമായ കാരണങ്ങളിൽ അടുത്തൊരു പ്രധാന കാരണമാണ് യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ. ഇന്ന് ദൈവമക്കളെ, നിങ്ങളൊന്ന് കേൾക്കണമേ. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യത്തിൽ, ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും നാം അന്വേഷിക്കണം. ഇന്ന് പലരും മുമ്പോട്ട് പോകുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? അറിഞ്ഞോ അറിയാതെയോ ദൈവകൽപ്പനകളെ ലംഘിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം എന്ത് ചെയ്യണം? ദൈവരാജ്യവും നീതിയും. യിരെമ്യാവ് 48:10 വായിക്കാം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടു. അപ്പോൾ ശുശ്രൂഷന്മാര് മാത്രമല്ല, എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ വേലക്കാരാണ്. നമുക്ക് കിട്ടിയ വെളിച്ചം, സുവിശേഷത്തിന്റെ സത്യം, നമുക്ക് കിട്ടിയ ഈ ഭാഗ്യകരമായ നിത്യജീവന്റെ ഈ സത്യം, ഈ അനുഭവം നാം പങ്കുവെക്കാതെ ഉദാസീനതയോടാണ് നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, ശുശ്രൂഷിക്കുന്നെങ്കിൽ, അതെങ്ങനെയാണ് നമ്മളിൽ വന്നു ഭവിക്കുന്നത്? അത് ശാപമായി. Cursed is he that the work of the Lord deceitfully. അവിടെ വഞ്ചന, തട്ടിപ്പ്, അല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ പണം അതാരെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ അടിച്ചു മാറ്റാൻ നോക്കിയാൽ, അതുകൊണ്ടാണ് സ്വത്രം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ശുശ്രൂഷകളിൽ നടക്കുന്ന ഒത്തിരി ശാപത്തിന്റെ പ്രവർത്തികൾ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 2-ാമത്തെ വാക്യം, രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വാൾ എന്ന് പറയുമ്പോൾ ആത്മീയമായി നമ്മളതിനെ കാണുന്ന പറയുമ്പോഴത്തേക്ക് അന്യായമായി നടക്കുന്ന, പൈശാചികമായി നടക്കുന്ന ഒരു കാര്യത്തെ നാം കാണുമ്പോൾ അത് സാരമില്ല. പൈശാചികൻ പ്രബലപ്പെട്ട് നിൽക്കുമ്പോൾ, അന്യായം വാഴുമ്പോൾ, അസത്യം വാഴുമ്പോൾ, അതിനെതിരെ ഒരു ശുശ്രൂഷയെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? അതങ്ങ് നടക്കട്ടെ. ആത്മാവാകുന്ന വാളെടുത്ത് നമ്മളതിനെ കൈകാര്യം ചെയ്യണം. എന്ത് സംഭവിക്കട്ടെ, എങ്ങനെ സംഭവിക്കട്ടെ, ഐ നോട്ട് ബോദർഡ്. നോ. ദൈവം നമ്മെ തന്നെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അത് സന്തോഷത്തോടും ആ ഉത്തരവാദിത്ത ബോധത്തോടും നാം ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And cursed is the man who does the work of the Lord half-heartedly, deceitfully എന്നാണ്. half heart, പകുതി ഹൃദയത്തോട്, പകുതി മനസ്സോട്. ഇത് ദൈവത്തിന്റെ ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ഒരു ഭവനമാണ്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയാണ്.
God, forgive us for half-heartedly. പകുതി ഹൃദയത്തോടെ പകുതി മനസ്സോടെ ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യും. No, 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 no. You bring a curse upon yourself. കർത്താവേ, അങ്ങയുടെ വേലയെ, അങ്ങയുടെ ഭവനത്തിന്റെ കാര്യങ്ങളെ ഉത്സാഹത്തോടെ, അത് എന്റെ ഭവനത്തിന്റെ കാര്യങ്ങൾ പോലും ചെയ്യുവാനുള്ള ഒരു ഹൃദയം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 8-10 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിതമായ ഭാഗമാണ്. സാമ്പത്തിക മേഖലകളിൽ എന്തുകൊണ്ടാണ് മുന്നേറുവാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം? യെസ്, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. ദൈവം പറയുക, എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. യെസ്, നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും. ഒരു രാജ്യം മൊത്തം, ഒരു ദേശം മൊത്തം ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തോട് ദൈവം മലാക്കി പ്രവാചകനോട് പറയുകയാണ്, നിങ്ങൾ ദശാംശങ്ങളും വഴിപാടുകളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദ്യം ദൈവത്തിന്റെ രാജ്യം അതിനെ കെട്ടുപണിക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സാമഗ്രികളെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സകലത്തെയും കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതം, ഒരു ശ്വാസം നമ്മളിൽ നിൽക്കുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാം അത് ദൈവത്തിന്റെ ദാനമാണ്. യെസ്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. 11-ാമത്തെ വാക്യം വായിക്കാം. യെസ്, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ശാപത്തെ മുറിക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴികളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണം. ആകാശത്തിന്റെ കിളിവാതികളെ തുറന്ന് സ്ഥലം പോരാത്തവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മാനിക്കണം. ഹല്ലേലൂയ. ദശാംശങ്ങളും വഴിപാടുകളും അല്ല, ഹല്ലേലൂയ, നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട്, വാവ്, ഹല്ലേലൂയ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, ഹഗായിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരു ഓട്ടസഞ്ചിക്ക് ലക്ഷക്കണക്കിന് പൈസ നമുക്ക് വരുന്നുണ്ട്, പക്ഷെ നിൽക്കുന്നില്ല. ഒരു ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെയാ ആ പോക്കറ്റ് വിത്ത് ഹോൾ. ലക്ഷക്കണക്കിന് രൂപ വരുന്നുണ്ട്, പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട്, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം കൊടുക്കാത്തതുകൊണ്ട് there is a hole. വരുന്ന പോലെ പൈസ എന്ത് ചെയ്യുക? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ചെലവായി പോകുക. നമുക്കൊന്ന് ചിരിക്കുവാൻ കഴിയാതെ, നമുക്കൊന്ന് ആനന്ദിക്കുവാൻ കഴിയാതെ. ജസ്റ്റ് ഇമാജിൻ, കോടികൾ ആൾക്കാരുടെ കയ്യിലുണ്ട്, പക്ഷേ അവർ ദരിദ്രന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ആത്മീയ അനുഭവം. That's a curse. ആ കാര്യം ഒന്ന് വരുത്തി. കർത്താവേ, we don't want to be under a curse. ഞങ്ങളുടെ ഫൈനാൻസസിൽ കർത്താവേ stop. No. We repent. Stop. Hallelujah. Amen. അപ്പോൾ ശാപങ്ങൾക്ക് പല കാരണമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം നമ്മുടെ വാ ഉപയോഗിച്ച് നാം നമ്മെ തന്നെ ശപിക്കുന്നത്. ഇന്ന് നാം അറിഞ്ഞോ അറിയാതെയോ സെൽഫ് ഇമ്പോസ്ഡ് കർസസ്, നാം നമ്മെ തന്നെ പ്രാകുന്നവരും ശപിക്കുന്നവരാ. അറിഞ്ഞോ അറിയാതെയോ മുടിഞ്ഞു പോകും, ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും നന്നായി വരത്തില്ല. എനിക്ക് പ്രാന്ത് അല്ലേ? സാധാരണ ആൾക്കാർ എനിക്കത് ദേഷ്യം വന്നാ ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയാകത്തില്ല. ഇത് ശരിയാകത്തില്ല, ശരിയാകത്തില്ല. നമ്മളോട് പറയാം. 1 പത്രോസ് 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് വിരോധമായി ദൈവത്തിന്റെ വഴികൾ അറിയാതെ, ദൈവം അനുഗ്രഹങ്ങൾ കൽപ്പിച്ച്, അനുഗ്രഹത്തിന്റെ വാക്കുകൾ ദൈവം നമ്മോട് പറയുവാൻ, സംസാരിക്കുവാൻ ദൈവം നമുക്ക് ദൈവജനത്തിൽ തന്നിരിക്കുമ്പോൾ ആ വെളിപ്പാടുകൾ മാറി നമ്മുടെ വികാരങ്ങൾക്കനുസൃതമായി നാം നമുക്ക് നേരെ തുറന്നു വിട്ടിരിക്കുന്ന ശാപത്തിന് നാം ഉത്തരവാദിയാണ്. യെസ്, ദോഷത്തിന് പകരം ദോഷവും, ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നാവിലൂടെ വരുന്ന പാവങ്ങളും അത് കാരണം വരുന്ന ശാപങ്ങളും ചില്ലറയല്ല. ഇന്ന് പലരും ശാപഗ്രസ്തരായിരിക്കാൻ കാരണം പൂർവ്വപിതാക്കന്മാരുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സദൃശവാക്യം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യം 6-ാം അധ്യായം 2-ാം വാക്യം. ഇന്ന് നാം ശാപത്തിന് കീഴിലായി പോയത് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അതിന് നാം ഉത്തരവാദിയാണ്. നാം മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ നാവ് നന്നായി ഉപയോഗിക്കുവാൻ നാം നമ്മെ സഹായിക്കട്ടെ. യെസ്, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. പലരും നിങ്ങളുടെ സ്വന്തം വായുടെ വാക്കുകളാൽ, മൊഴികളാൽ നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുന്നു, നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അതിരത്തെ പരിശുദ്ധാത്മാവിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ, പെട്ടെന്ന് പ്രയാസം വരുമ്പോൾ, പെട്ടെന്ന് നിരാശ വരുമ്പോൾ, ഡോണ്ട് കർസ് യുവർസെൽഫ്. നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കന്മാർ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ ശപിക്കരുത്. നമുക്ക് 1 ദിനവൃത്താന്തം 4-ാം അധ്യായം, 1 Chronicles chapter 4 verse 9 and 10. ജബ്ബേസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, വേദനാപുത്രൻ, തന്റെ അമ്മ തന്നെ വേദനയിൽ വ്യസനത്തിൽ പ്രസവിച്ചതുകൊണ്ട് ജബ്ബേസ് വേദനയിൽ പ്രസവിച്ച് തലവേദനയവൻ. ഒരമ്മ ശപിച്ച് ഒരു മകനെ വിളിച്ചൊരു പേരാണ് ജബ്ബേസ്. പക്ഷേ ശാപത്തിൽ ജനിച്ച ഈ വ്യക്തി താൻ എന്ത് ചെയ്തു? നമുക്ക് വായിക്കാം. യെസ്, യെബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ വ്യസനത്തോടെ അവനെ പ്രസവിച്ചു. അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. And Jabez called on the God of Israel, saying, "Oh, that thou wouldest bless me indeed
and enlarge my coast, that thine hand be with me, and thou wouldest keep me from evil, that it may not grieve. And God granted him. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആ കരം ഉയർത്തി തന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ, തന്റെ മേൽ വന്ന ശാപവാക്കുകളെ താൻ താഴ്മയോടും ദൈവാശ്രയത്തോടെ തന്റെ അമ്മയുടെ ശാപവാക്കുകളെ തന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ അനുഗ്രഹമാക്കി മാറ്റിയ യബ്ബേസ് പഴയ നിയമത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അയ്യോ ശാപം, അവർ ശാപം പറഞ്ഞു, ഇവർ ശാപം പറഞ്ഞു. ഹല്ലേലൂയ. ശാപം വ്യത്യസ്തമായ കാരണങ്ങൾ. ഒരു അപ്പനും അമ്മയും അവർ ശപിച്ചാൽ അതിന് ഭയങ്കര പവറാണ്. അതുകൊണ്ട് തന്നെ മക്കളോടുള്ള ബന്ധത്തിൽ മക്കൾക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അപ്പനമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ നിന്ദിക്കരുത്, അവരെ തുച്ഛീകരിക്കരുത്, അവരെ ബഹുമാനിക്കാതിരിക്കരുത്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർ തികവുള്ളവരായിരിക്കുകയില്ല. അവർക്ക് പോരായ്മകൾ കാണും, കുറവുകൾ കാണും. ഒരു അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രധാന അനുഗ്രഹം. നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കേൾക്കുവാൻ പഠിക്കുവാൻ ഇടയായിട്ട്. A father's and a mother's blessing, both spiritual and natural, they are one of the powerful blessings. ഏത് ശാപത്തെ മുറിക്കുവാൻ കഴിയുന്ന ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് വാഴുവാൻ, നല്ലത് സംഭവിക്കുവാൻ. ഇന്ന് മാതാപിതാക്കന്മാരോട് അധികാരത്തിൽ ഇരിക്കുന്നവർ ശാപവാക്കുകൾ, ഇന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്ന, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത, അദൃശ്യമായി നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ മേൽ അധികാരത്തിലുള്ള ആരെങ്കിലും ഒരു വ്യക്തി, അത് മാതാവായിക്കോട്ടെ, പിതാവായിക്കോട്ടെ, നിങ്ങൾ ചെറുതായി സ്കൂളിൽ പോയപ്പോൾ നിങ്ങളുടെ ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിങ്ങളുടെ അവിടെയുള്ള ആ ഒരു അതോറിറ്റി ഫിഗർ ആയിക്കോട്ടെ, ചർച്ചിലുള്ള ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, ഒരു പുരോഹിതനായിക്കോട്ടെ, someone who has authority. അത് നിങ്ങൾ ചെയ്ത ഒരു വിഷയം കാരണമായിരിക്കാം, നിങ്ങൾ അവർക്കുണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം, പ്രയാസം കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്തില്ല, എന്തോ ഒരു നീരസം വന്ന് ആ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. They are reason for curses. അതിന്റെ ഉത്തരവാദിത്വം എന്നെടുത്ത് കർത്താവേ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. റാഹേൽ വളരെ വേദനയോട് പ്രസവിച്ച് മരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബിന്റെ പേര് വഞ്ചകൻ, വഞ്ചിക്കുന്നവൻ, മറ്റൊരു വ്യക്തിയെ സൂത്രത്തിൽ എന്ത് ചെയ്യുക, ചതിക്കുന്നവൻ, ചതിയൻ. യാക്കോബ്, ആ പേരിന്റെ അർത്ഥമാണ് യാക്കോബ്. തന്റെ ജീവിതത്തിൽ താൻ തന്റെ ജ്യേഷ്ഠനെ ചതിച്ച് അനുഗ്രഹം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ഓടിപ്പോയി ചെന്നെത്തിയത് ലാവാന്റെ വീട്ടിലാണ്. അവിടെ റാഹേലിന് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ലാവാൻ എന്ത് ചെയ്തു? ചതിച്ചവനെ താൻ ചതിക്കുന്നു. 7 വർഷം അധ്വാനിച്ചു കഴിഞ്ഞപ്പോൾ റാഹേലിനെ കിട്ടുമെന്ന് വിചാരിച്ചു. കിട്ടിയതാരിയ? കല്യാണത്തിന്റെ ആ രാത്രിയിലെ മനസ്സിലായത് റാഹേലല്ല, ലേഹയാണെന്ന്. പിന്നെ 7 വർഷം എല്ലാത്തിലും തന്നെ ചതിച്ച ഒരു അമ്മായിയപ്പൻ. അത് കഴിഞ്ഞ് അവസാനമായപ്പോൾ താൻ അവിടെ നിന്ന് എഴുന്നേൽക്കുക, പോകുകയാണ്. അപ്പോൾ റാഹേൽ എന്ത് ചെയ്തു? ലാബാന്റെ വീട്ടിലുള്ള അപ്പന്റെ വിഗ്രഹങ്ങൾ എടുത്ത് പാത്ത് താൻ വെച്ച് പുറപ്പെടുക. ലാബാൻ അത് പിടിച്ചു. എന്റെ വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു? ഇവിടെ ഇരുന്ന് എന്റെ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരോ തട്ടിക്കൊണ്ടുപോയി. അന്വേഷിച്ച് ഓടിയെത്തി. അപ്പോൾ യാക്കോബ് പറയുക, ദേഷ്യപ്പെട്ട്, നീതിമാനായ ഈ ഒരു മനുഷ്യൻ പറയുക, എന്റെ കൂട്ടത്തിൽ ആരുടെ കയ്യിലാണോ ആ വിഗ്രഹമുള്ളത്, എന്ത് ചെയ്തു? അധികാരത്തിലുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു? ആ വ്യക്തി മരണപ്പെടട്ടെ. The power of your words. താൻ അറിഞ്ഞില്ല റാഹേൽ ഇത് കട്ടെടുത്തെന്ന് അറിഞ്ഞില്ല. അപ്പൻ വന്ന് നോക്കിയപ്പോൾ റാഹേലിന് എന്താ മെൻസസ് ആയി എന്ന് പറഞ്ഞ അവളുടെ വീട്ടിൽ ആർക്കും പ്രവേശനമില്ല. പക്ഷെ അവളത് കട്ടെടുത്ത് ഒളിച്ചു വെച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? യാക്കോബ് തുറന്നുവിട്ട ആ ശാപത്തിന്റെ വാക്ക് തന്റെ ഭാര്യയുടെ മേൽ വന്ന് ഇരിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. യെസ്. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ യെസ് റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇത് ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന പ്രാണവേദനയുടെ സമയത്ത് അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. ബെന്യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the son of my sorrow. എനിക്ക് വേദന ഉണ്ടാക്കി ബെനോനി. അമ്മ പേരിടുക. ജബ്ബേസിന് പേരിട്ടതുപോലെ ബെനോനി, എന്റെ പ്രാണവേദന ഉണ്ടാക്കി മരണവേദന ഉണ്ടാക്കിയ പുത്രനെ എന്ന് ബെനോനി എന്ന് പേരിട്ടപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? ആ പേര് മാറ്റി. ഒരു പേരിന്റെ അർത്ഥം നന്നായി മനസ്സിലാക്കുന്ന യാക്കോബ് വഞ്ചകനായി വഞ്ചിക്കപ്പെട്ട് ദൈവത്തോടുണ്ടായിരിക്കുന്ന എൻകൗണ്ടറിൽ ദൈവം തന്റെ പേര് മാറ്റി. യാക്കോബിൽ നിന്ന് തന്നെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം ആ പേരിൽ തന്റെ സ്വഭാവം പോലെ, ആ പേരിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം, യാക്കോബ് യാക്കോബ് യാക്കോബ്, വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ, വഞ്ചിക്കുന്നവൻ. ഓരോ പേരുകളുടെ പിന്നിലുള്ള അർത്ഥങ്ങൾ. ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത പേരുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമായി വരുന്നില്ലെങ്കിൽ അപ്പൻ എന്ത് ചെയ്തു? ബെഞ്ചമിൻ എന്ന് പേരിട്ടു. ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. വേദനാപുത്രൻ എന്ന് മാറ്റി അപ്പൻ എന്ത് ചെയ്തു? ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. എന്റെ വലങ്കായി ആയി വളർന്നു വരുവാൻ ഉള്ള പുത്രനായി ബെഞ്ചമിൻ എന്ന് പേരിടുവാൻ ഇടയായിട്ട്. ഹല്ലേലൂയ. നീ ഗുണം പിടിക്കത്തില്ല, നീയൊന്നും നന്നാവത്തില്ല, നിന്റെ ഗതിയൊക്കെ അധോഗതിയാ, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും സർവ്വസാധാരണ മണ്ടന, വെറും മണ്ടന. നീ ചെയ്യുന്നെല്ലാം ഒടിഞ്ഞു പോകും. നിങ്ങളുടെ മക്കൾക്ക് അല്പം കുറവുണ്ടെങ്കിൽ, അല്പം അംഗവൈകല്യം ഉണ്ടെങ്കിലും, ബുദ്ധിക്ക് കുറവുണ്ടെങ്കിലും, നിങ്ങൾ തോമസ് ആൽവ എഡിസന്റെ അമ്മയെ പോലെ, എഡിസന്റെ ടീച്ചർമാർ പറഞ്ഞ്, ഇവന് പഠിച്ചിട്ടൊന്നും ഒരു ഗുണമില്ല, ഇവന് കാര്യങ്ങൾ മനസ്സിലാക്കാനോ പൊട്ടന, ഇവനൊന്ന് സ്കൂളിൽ പഠിപ്പിക്കാൻ കൊള്ളാത്തവന്. ദൈവത്തെ അറിയാവുന്നൊരു അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ എന്താ ടീച്ചർ പറഞ്ഞേ? ഇല്ല കൂട്ടാ, ഇല്ല ഒന്നുമില്ല, നീ നല്ല മിടുക്കനായതുകൊണ്ട് നിന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാനൊക്കെ പ്രയാസം, അതുകൊണ്ട് അമ്മ നിന്നെ അങ്ങ് പഠിപ്പിക്കാം. ഒരു മഴമണ്ടനായ തോമസ് ആൽവ എഡിസൺ
ഇന്ന് ഇവിടെ കത്തി നിൽക്കുന്ന ലൈറ്റുകൾക്കും ഉപകരണങ്ങൾക്കും ഒക്കെ ഒരു അനുഗ്രഹമായി മാറി. അമ്മയ്ക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല. ഇറ്റ്സ് ബിക്കോസ് വൺ പേഴ്സൺ അണ്ടർസ്റ്റുഡ് ദ പവർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിംഗ്. ശാപമായി തീർന്ന് നശിക്കാൻ പോകുന്ന ഈ മകനെ അമ്മയുടെ വാക്കുകൾ സ്വാധീനം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം. എരിക്കോ പട്ടണം പിടിച്ചെടുക്കുന്ന ഒരു ഭാഗമാണ്. ആ പട്ടണം എരിക്കോയിലെ നിവാസികൾ കനാനിയർ പാർത്ത സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തെ അവർ നശിപ്പിച്ചു. അവർ വിഗ്രഹാരാധന കൊണ്ട്, രക്തചൊരിച്ചിൽ കൊണ്ട്, അന്യാരാധന കൊണ്ട്, ആഭിചാരം കൊണ്ട് ആ സ്ഥലത്തെ അവർ നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യോശുവ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യെസ്, അക്കാലത്തെ യോശുവ ശപഥം ചെയ്ത് സ്തോത്രം. അപ്പോൾ എരിക്കോയിലെ കോട്ടകൾ തകർന്ന് അവർ പോയി. സ്തോത്രം. ആ ദേശത്തിന്മേൽ അവർ ജയം ഏറ്റെടുക്കുകയാണ്. പിന്നെ യോശുവ ഒരു പ്രസ്താവന പറയുകയാണ്. യെസ്, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. എരികോ പട്ടണത്തിന്മേൽ, ഒരു ദേശത്തിന്മേൽ ഒരു അധികാരിയായ മനുഷ്യൻ ദൈവത്തിന് ഹിതമല്ലാത്ത വിരോധമായി ആരാധനകൾ ചെയ്ത് അതിനെ നശിപ്പിച്ച സ്ഥലമായതുകൊണ്ട് the power of words, the power of a curse. യോശുവ ദൈവത്തിന്റെ ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു ദൈവിക അധികാരി ഒരു കാര്യത്തെ കൽപ്പിക്കുമ്പോൾ എന്താണ് കൽപ്പിച്ചത്? Yes, cursed be the man before the Lord that riseth up and buildeth the city Jericho, and he shall lay foundation thereof with his firstborn, and his youngest son shall be set up. യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതവ് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിന് അധികാരമാണ്. അവരുടെ കോളിംഗ്, അവരുടെ ശുശ്രൂഷകൾ, അത് ദൈവത്തിന്റെ മനുഷ്യനായി ദൈവം അംഗീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോൾ ജോഷുവ പറയുകയാണ്, ഈ പട്ടണത്തെ പണിയുന്നവൻ, എരിക്കോ പട്ടണത്തെ പണിയുന്നവൻ ഇങ്ങനെ സംഭവിക്കും. 500 വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മനുഷ്യൻ ഈ പട്ടണത്തെ പണിയുവാൻ തുനിഞ്ഞു. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34-ാമത്തെ വാക്യം. 1 Kings chapter 16 verse 34. അവന്റെ കാലത്ത് ബഥേല്യനായ ഹിയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ശഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. 500 വർഷം വരെ പറഞ്ഞു എരികോ പണിയരുത്. ദൈവത്തിന്റെ പ്രത്യേകനായ യോശുവ ഓഫീസിൽ നിന്നുകൊണ്ട് സംസാരിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പണിയണമെങ്കിൽ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഓർഡർ നമുക്ക് പാസ്സായാൽ മാത്രമേ അത് പണിയുവാൻ പാടുള്ളൂ. 500 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ അത് പണിയാൻ നോക്കി. യോശുവ പറഞ്ഞതുപോലെ 500 years നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് വന്ന ശാപം ഫലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പേ ഒരു അധികാരി, ഒരു ദൈവ മനുഷ്യൻ. അപ്പോൾ ശാപങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുന്ന നല്ല അധികാരികളായിരിക്കാം, പൈശാചിക അധികാരികളായിരിക്കാം, ദുഷ്ടന്മാരായിരിക്കാം. അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ കൽപ്പിക്കുന്ന, പറയുന്ന ശാപവാക്കുകൾക്ക്, അനുഗ്രഹത്തിന്റെ വാക്കുകൾക്കും ശാപത്തിന്റെ വാക്കുകൾക്കും ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇതൊത്തിരി വ്യക്തികൾ തടസ്സപ്പെട്ട് കിടക്കുവാൻ, കുടുംബങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുവാൻ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്തതിന് പിന്നിൽ നമുക്ക് വിരോധമായി സംസാരിച്ച ശാപത്തിന്റെ വാക്കുകളായിരിക്കാം, നമ്മുടെ അപ്പനമ്മമാർ സംസാരിച്ച വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിച്ച വാക്കുകളായിരിക്കാം. അതാരായിക്കോട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ ഉത്തരവാദിത്തമെടുത്ത കർത്താവേ, ഞാൻ ക്ഷമയോദിക്കും. എൻ്റെ മേൽ വന്ന് വീണ ശാപത്തിന്റെ മേഖലകൾ, അതിനെല്ലാം കർത്താവ് ഞാൻ ഉത്തരവാദിത്തമെടുത്തു. ലൂക്കോസിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വാക്യം. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ദൈവത്തിന്റെ വാക്കുകളാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർ, തന്റെ മക്കളോട് പറഞ്ഞത്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. അല്പസമയം നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് തുറന്ന്, കർത്താവേ, ഞങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങൾക്ക് വിരോധമായി സംസാരിച്ച ശാപത്തിന്റെ വാക്കുകൾ. സദൃശവാക്യം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞങ്ങളുടെ വാക്കുകളാൽ കുടുങ്ങിപ്പോയി. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ മൊഴികൾ കൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടു. ഈ അസുഖം മാറത്തില്ല, ഈ ശാപം മാറത്തില്ല, ഉയർച്ച ഉണ്ടാകത്തില്ല. എനിക്കൊരു നന്മയും വരത്തില്ല. എനിക്ക് ആ രോഗം പിടിക്കും. എനിക്ക് അസുഖം പിടിക്കും. രക്ഷയില്ല, ഇതിനകത്തൊരു വഴിയില്ല. നമുക്ക് വിരോധമായി നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾ ക്ഷമയോദിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ക്ഷമയോദിക്കുന്നു. വി ആസ്ക് യു ഫോർഗിവ്നെസ് ഗോഡ്. ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയിൽ കർത്താവേ, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾക്ക് വിരോധമായ ഞങ്ങൾ പറഞ്ഞ ശാപങ്ങളെ, അതിനായി ഞങ്ങളെ ക്ഷമയോദിക്കുന്ന കർത്താവേ. We ask forgiveness, Lord, for every curse, every negative, evil, wicked word that we have spoken against ourselves. ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങൾ സംസാരിച്ച എല്ലാ ശാപവാക്കുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങൾ ഉത്തരവാദിത്തം എടുക്കുന്നവർ. We take responsibility, God. Forgive us. On the part, forgive us. Forgive us. Forgive us. ക്ഷമിക്കണമേ. Forgive us, Lord. Yes, forgive us. അങ്ങനെ രക്തത്താൽ എൻ്റെ അതിരത്തെ കഴുകണമേ. എൻ്റെ അതിരം ഉപയോഗിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഞാൻ എന്നെ ലിമിറ്റ് ചെയ്ത വാക്കുകൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തുറന്നുവിട്ട പരാജയങ്ങൾ, നിഷേധാത്മകമായി, ശാപമായി, തകർച്ച, പരാജയം, മരണം സംസാരിച്ചത്, ഞാൻ ഉയരത്തില്ല, ഗുണം പിടിക്കത്തില്ല, എനിക്ക് നന്മ വരത്തില്ല, എനിക്ക് പറ്റത്തില്ല, ഐ കാൺ, ഞാൻ എനിക്ക് തന്നെ മതിലുണ്ടാക്കി. ക്ഷമയോദിക്കും. അങ്ങനെ രക്തത്താൽ കഴുകണമേ. കർത്താവ്, എൻ്റെ നാവ് ഉപയോഗിച്ച് മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിലുള്ളവർ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ
നിങ്ങളുടെ അധികാരപ്പെടുതിയിൽ കീഴിലാക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ശപിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ, നിഷേധാത്മകമായ വാക്ക്, ഇവൻ ഗുണം പിടിക്കത്തില്ല, ഇവൻ വെറും കള്ളന, ഇവൻ വെറും തട്ടിപ്പ, അവർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അവർ ഞങ്ങളെ പ്രകോപിച്ചതായിരിക്കാം. ഇത് പകൽക്കാലം കർത്താവെ ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ഷമിച്ചതുപോലെ കർത്താവെ ക്ഷമിക്കുവാൻ God, we take responsibility. ഞങ്ങൾ ആ ഉത്തരവാദിത്വം എടുക്കുന്നു. അങ്ങേക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു, ശാപങ്ങൾ തുറന്നു വിട്ടു, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ശപിച്ചു. അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും ഞങ്ങൾ തന്നെ തടസ്സമായി ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ ക്ഷമയോദിക്കുന്നു കർത്താവെ. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ഞങ്ങൾ അവരെ മുറിവേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം സ്വപ്നം ഒരു ആഴമായ മാനസാന്തരം കർത്താവെ ഞങ്ങൾ ക്ഷമയോദിക്കുന്നു. ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കായി ദൈവത്തിൻ്റെ വേലയെ, ദൈവിക ശുശ്രൂഷകളെ, ദൈവഭവനത്തിൻ്റെ കാര്യങ്ങളെ അതിൽ ശുഷ്കാന്തി ഇല്ലാത്തവരായി ഉദാസീനതയോടെ അരമനസ്സോടെ ലാഘവമായി God forgive us. ക്ഷമിക്കണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ മർദ്ദലിച്ച, ഞങ്ങൾ ശാഠ്യം പിടിച്ച, തനിഷ്ടം കാണിച്ച, അങ്ങയ്ക്ക് വിരോധമായി, അങ്ങയുടെ കൽപ്പനകൾക്ക് വിരോധമായി, അങ്ങയുടെ അഭിഷിക്തന്മാർക്ക്, അങ്ങാക്കി വച്ചിരിക്കുന്ന ദേവദാസന്മാർക്ക് വിരോധമായി ഞങ്ങൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും സംസാരിച്ചതും കർത്താവെ, അങ്ങനെയുള്ള മനോഭാവങ്ങൾ, അങ്ങനെയുള്ള വാക്കുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ആഴമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേക കാരണങ്ങളിൽ ചില കാരണങ്ങളെ പരിശുദ്ധാത്മാവ് ആഴമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ചൂരച്ചെടി പോലെ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നാം മരുഭൂമിയുടെ അവസ്ഥയിൽ നന്മ നമ്മുടെ മുമ്പിലൂടെ വരുമ്പോഴും അത് കാണുവാൻ, ആസ്വദിക്കുവാൻ കഴിയാതെ ഒരു ചൂരച്ചെടിയുടെ അനുഭവം. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കൽപ്പനകളെ ലംഘിച്ച് അന്യാരാധനകൾ, തെറ്റായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ, വിഗ്രഹാർപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കഴിക്കുകയും പാനം ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ആ വിചാരം, മന്ത്രവാദം, അങ്ങ് വെറുക്കുന്ന ഈ പൈശാചിക കാര്യത്തിന് ഞങ്ങളെ തന്നെ തുറന്നതിന് ക്ഷമയോദിക്കും. അല്പസമയം നമുക്കൊന്ന് മാനസാന്തരപ്പെടുവാൻ, ദിവസത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തുവാൻ ഇടയായിത്തീരട്ടെ. അല്പസമയം നമുക്ക് നമ്മുടെ മുട്ടിലേക്കൊന്ന് വന്ന് നിങ്ങൾ തന്നെ ഒന്ന് ക്ഷമയോദിക്കണം. ഹെസിക്കിയ രാജാവ് മാനസാന്തരപ്പെട്ടതുപോലെ, ജോസായ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടതുപോലെ നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപത്തെ, ഈ ശാപം നമ്മുടെ മേൽ പ്രബലപ്പെട്ട് നിൽക്കുവാൻ, ദുരാത്മാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, കുടിയേറി പാർക്കുവാൻ, നമ്മളെ പീഡിപ്പിക്കുവാൻ അവർക്ക് കൊടുത്ത എല്ലാ ലീഗൽ റൈറ്റുകളെയും അത് മുറിയേണ്ടതിന് നമുക്കൊന്ന് താഴാം. വ്യക്തിപരമായി നിങ്ങളോട് ദൈവം ഇടപെടുന്നു. നിങ്ങൾക്കറിയാം എവിടെയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുന്നത്. എല്ലാം ഒരുമിച്ചല്ല ദൈവം നമ്മളോട് ഇടപെടുന്നത്. ചില മേഖലകൾ നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നു. അത് ഒന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് നേരെ പ്രാപിക്കണം. ആ കഴുകൽ പ്രാപിക്കണമേ. ആഴമായ ഒരു കഴുകൽ, ഒരു ഡീപ് സ്പിരിച്വൽ ക്ലെൻസിങ്ങിലേക്ക്. അതെ, മരണകരമായ നിങ്ങളുടെ എന്ത് അവസ്ഥകളാണെങ്കിലും, എന്ത് വിഷയങ്ങളാണെങ്കിലും അതിന്മേൽ ദൈവത്തിൻ്റെ ജീവനെ തുറന്നുവിടുവാൻ ഇന്ന് ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ശക്തിയോട് ദൈവത്തിൻ്റെ ആ ഡെലിവറൻസ് ദൈവം നമ്മളിലേക്ക് തുറന്നു വിടുക. അല്പസമയം നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുമോ? നിങ്ങളുടെ വാക്കുകൾ ദൈവസന്നിധിയിലേക്കൊന്ന് പറയുമോ? ഹെസിക്കിയ രാജാവ് കരഞ്ഞതുപോലെ, God forgive me Lord, forgive God. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു അപ്പ. ഞങ്ങളുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച്, സ്വന്തം വിവേകത്തിൽ ഞങ്ങൾ ഊന്നി, അങ്ങയ്ക്ക് വിരോധമായി ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾക്കായി ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. ദൈവത്തിന് വിടുവിക്കുന്ന ആ ശക്തി, അതിനൊരു ആഴം നിങ്ങളിൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വിടുതൽ കിടക്കുന്നത് നിങ്ങളുടെ മാനസാന്തരത്തിൻ്റെ ആഴത്തിൽ, നിങ്ങളുടെ മാനസാന്തരത്തിൻ്റെ ആഴത്തിൽ. കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ ജയം, അതിൽ നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കുറവുകളെ നാം അംഗീകരിച്ച് അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വം നാം എടുത്ത് നമ്മളൊന്ന് അനുദപിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്കൊന്ന് ശപിക്കപ്പെട്ട വസ്തുക്കളെ, ദൈവത്തിന് വെറുപ്പായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അലങ്കാര വസ്തുക്കളാക്കി, അത് പിക്ചറായി, പോർട്രേറ്റുകളായി, അങ്ങനെയുള്ള എല്ലാ ബുക്കുകളും വിഗ്രഹങ്ങളും ഒരാഴമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഗോഡ്, താങ്ക് യു ജീസസ്. അങ്ങയുടെ ആ ആവശ്യം ഞങ്ങൾ സ്വീകരിക്കുന്നു അപ്പ. ഞങ്ങൾ സ്വീകരിക്കും. അങ്ങയുടെ രക്തം കടുചുവപ്പായിരിക്കുന്ന നമ്മുടെ പാവങ്ങളെ, നമ്മുടെ മേൽ വന്നിരിക്കുന്ന കൈയെഴുത്തുകൾ, പിശാച് നമ്മുടെ മേൽ കൊടുത്ത ലീഗൽ ഗ്രൗണ്ടുകൾ, ലീഗൽ റൈറ്റുകൾ, ഇന്നും സ്വർഗത്തിന്റെ കോർട്ടിൽ നമുക്ക് വിരോധമായി സംസാരിക്കുന്ന അങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ, അതിനെല്ലാം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന സകലത്തെയും ആത്മമണ്ഡലത്തിൽ നാം അനുദപിക്കുമ്പോൾ യേശുവിന്റെ രക്തം, 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ നല്ല കർത്താവ്, our advocate, our heavenly advocate is fighting our case. നമുക്ക് വിരോധമായി നിൽക്കുന്ന കൈയെഴുത്തുകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ശാപങ്ങൾ, വിട്ടുമാറാത്ത വിഷയങ്ങൾ പിശാച് ക്ലെയിം ചെയ്യുമ്പോൾ അവരത് ചെയ്തതാണ്, അവരുടെ മേലെ എനിക്ക് അധികാരമുണ്ട്, I have a legal right. നമ്മുടെ അഡ്വക്കേറ്റ്സ്
1 യോഹന്നാൻ 1:9 പറയുന്ന പോലെ the blood, the blood, the blood, the blood, the blood, the blood, the blood. Hallelujah. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപം പോക്കി നമ്മെ കഴുകുവാൻ, നമ്മെ വെടിപ്പാക്കുവാൻ, if we confess our sins, he is faithful and just to forgive us our sins and cleanse us from all iniquities. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്, അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, സകല അനീതി അകൃത്യങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. അവൻ വിശ്വസ്തനും നീതിമാൻ. 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങൾ വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഞാൻ എഴുതുന്നു. ഒരുത്തന് പാപം ചെയ്തുവെങ്കിൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, നീതിമാനായ യേശുക്രിസ്തു എന്ന ന്യായാധിപൻ, the advocate, the heavenly കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. Wow, it's a deep cleansing. ആഴമായ ഒരു കഴുകൽ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോട് നന്ദി പറയും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ കഴുകിയതിനായി നമുക്കൊന്ന് പറയാം. യേശുവേ, അങ്ങന്റെ പാപങ്ങളെ കഴുകിയതിനായി, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചതിനായി, എന്നെ വെടിപ്പാക്കിയതിനായി, എനിക്ക് വിരോധമായ എല്ലാ പൈശാചിക കയ്യെഴുത്തുകളെയും അങ്ങ് തുടച്ചു മാറ്റിയതിനായി, എന്റെ മേൽ വന്നു വീണ, എന്റെ മക്കളുടെ മേൽ വന്നു വീണ, എന്റെ തലമുറകളുടെ മേൽ വന്നു വീണ, എന്റെ കുടുംബത്തിന്മേൽ വന്നു വീണ എല്ലാ ശാപങ്ങളെയും മുറിക്കുവാൻ അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി വാദിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പാ, അങ്ങയുടെ വഴിവിട്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പോകുകയില്ല. അങ്ങ് തന്നെ എന്റെ പ്രമോദമായി, അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വിശ്വസ്തയോട് ജീവിക്കുവാൻ ഒരു നല്ല ശിഷ്യനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയെ അനുസരിച്ച്, അങ്ങയുടെ ശബ്ദം കേട്ട് എന്റെ ഹൃദയം കഠിനപ്പെടുത്താതെ അങ്ങ് പറയുന്നത് അനുസരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പാ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടതുപോലെ പിശാച് നമ്മുടെ മേൽ ഒരു ലീഗൽ ഗ്രൗണ്ട് കൊടുക്കും. ദൈവം നമ്മളെ ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങൾ ദൈവം മറച്ചു, ദൈവം അത് ഓർക്കുന്നില്ല. എങ്കിലും നാം ചെയ്ത പാപങ്ങൾ, അകൃത്യങ്ങൾ, കുറ്റങ്ങൾ, അതെല്ലാം പിശാചിന് നമ്മുടെ മേൽ ഒരു ലീഗൽ റൈറ്റ്, ഒരു നിയമപരമായ ഒരു അധികാരം, a legal ground and a legal right. നമ്മളത് ഉത്തരവാദിത്തം എടുത്ത് നമ്മൾ തുറന്ന വാതിലുകളെ, നമ്മൾ എടുത്ത അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരെടുത്തിരിക്കുന്ന ഉടമ്പടികളെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. റൈറ്റ്? യേശുവിന്റെ നാമത്തിൽ പിശാചെ, ഞാൻ എടുത്ത, എന്റെ പൂർവികന്മാരെടുത്ത എല്ലാ പൈശാചിക ഉടമ്പടികളെയും ഞങ്ങളോ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ തുറന്ന സകല വാതിലുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ ഉപേക്ഷിക്കുന്നു, ഞങ്ങളതിനെ അടയ്ക്കുന്നു. ആ ബന്ധത്തെ, ആ ഉടമ്പടിയെ ഞങ്ങളത് മുറിച്ചു കളയുന്നു. ഞങ്ങൾ ആ ലീഗൽ റൈറ്റിനെ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ നിമിത്തം, നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിമിത്തം, നിങ്ങളുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു വലിയപ്പച്ചൻ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന അവർ ചെയ്ത പ്രവൃത്തികൾ, അവർ ചെയ്ത എന്തെങ്കിലും അന്യായം, അനീതി, അതിന്നും കുറ്റമായി നിങ്ങളുടെ മേൽ കിടക്കുന്ന അതിനെ നിങ്ങൾ ഒന്ന് മുറിക്കണമേ. ഹല്ലേലൂയ. ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യുന്ന പോലെ എന്നെ നോക്കിയാട്ടെ, പിശാച് നിങ്ങളുടെ മേലുള്ള ആ റൈറ്റിനെ നിങ്ങളൊന്ന് കീറിക്കളയുന്ന പോലെ അതിനെ തകർത്ത് കളയുന്ന ബ്രേക്ക് ദാറ്റ്. We break that legal right in the name of Jesus. Satan, we break that legal right. ആഭിചാരത്തിലൂടെ, മന്ത്രവാദത്തിലൂടെ ഞങ്ങളുടെ മേൽ കയറിപ്പറ്റിയ, കുടുങ്ങിയിരിക്കുന്ന എല്ലാ പൈശാചിക ലീഗൽ ക്ലെയിമുകളെ കർത്താവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ ഞങ്ങൾ എതിർക്കുന്നു, അതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. Satan, you have no legal right. You have no legal right. Amen, amen, amen. Hallelujah. Praise God. ആ കരമുയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. Hallelujah. നിങ്ങൾ ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തി, ദൈവപ്രവൃത്തി, നിങ്ങളെ തന്നെ താഴ്ത്തി, നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ്, നിങ്ങൾ കർത്താവിനോട് ക്ഷമയോദിച്ച്, നിങ്ങളെ തന്നെ സമർപ്പിച്ച്, ദൈവത്തിന്റെ വഴികൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ കൊടുത്ത്, പിശാചിക ലീഗൽ റൈറ്റുകളെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത ഈ ഒരു പ്രക്രിയയിലൂടെ നിങ്ങൾ ചെങ്കടൽ കടന്ന് അപ്പുറത്ത് കിടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. പൈശാചിക ദുരാത്മാക്കൾക്ക് നിങ്ങളുടെ മേൽ ശക്തിയില്ലാതെ, നിങ്ങളെ അടിമപ്പെടുത്തുവാൻ കഴിയാൻ ദൈവത്തിന്റെ ഒരു കരപ്രവൃത്തി നിങ്ങളുടെ മേൽ വന്നിരിക്കുക. ദൈവത്തിന്റെ വിടുതലുകൾ, ആ ശാപം നിങ്ങളുടെ മേൽ മുറിഞ്ഞു. നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായി നമുക്ക് നമ്മളെ തന്നെ തുറന്നു കൊടുക്കാം, നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ ആ ജീവനും സൗഖ്യം, വിടുതലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു, പൈശാചിക ക്ലെയിമുകൾ കട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ആ സ്പർശനം, ആ വിടുതൽ, എവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ കരസ്പർശനം വേണ്ടത്? ഹെസക്കിയ രാജാവിനോടുള്ള ബന്ധത്തിൽ തനിക്കൊരു മരണകരമായ രോഗമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ രോഗമായിരിക്കത്തില്ല, നിങ്ങളുടെ കുടുംബത്തിലൊരു വിഷയമായിരിക്കും, നിങ്ങൾ ഫേസ് ചെയ്തൊരു മാനസികമായ ഒരു വിഷയമായിരിക്കാം, നിങ്ങളുടെ മക്കളുടെ വിഷയമായിരിക്കാം, സാമ്പത്തികമായ ഒരു വിഷയമായിരിക്കാം, നിങ്ങൾ ഉറവ് അടഞ്ഞു കിടക്കുന്നതായിരിക്കാം, വ്യത്യസ്തമായുള്ള വിഷയങ്ങളായിരിക്കും. ഇന്ന് നിങ്ങളുടെ ആവശ്യം, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് അതൊന്ന് ഉയർത്തിപ്പിടിക്കുക, നിങ്ങൾ തന്നെ ഒന്ന് തുറന്നു കൊടുക്കുക. അവിടെ കർത്താവിൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് സ്പർശിക്കട്ടെ. ആ അനുഗ്രഹം നിങ്ങളിലേക്ക് കർത്താവ് പകരട്ടെ. നിങ്ങൾ ഒരു ചൂരച്ചെടി പോലെയല്ല, ആ ചൂരച്ചെടിയുടെ അനുഭവത്തിൽ നിന്ന് പച്ചയായിരിക്കുന്നത്. ഏത് മേഖലകളാണോ നിങ്ങൾ ഉണങ്ങിയിരുന്നത്, അവിടെയെല്ലാം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക. ആ ജീവനെ നിങ്ങളൊന്ന് സ്വീകരിക്കുക. Let that life come.
നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തുറന്നു കൊടുക്കണം. ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ആ ശാപങ്ങൾ നിമിത്തം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന പൈശാചിക ദുരാത്മാക്കളുണ്ടെങ്കിൽ ഈ സമയം അത് നിങ്ങളെ വിട്ടുപോകും. സ്തോത്രം. ഈ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ കുടിയേറി പാർത്തിരിക്കുന്ന, നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ പുറത്തു നിന്ന് നിങ്ങളെ ആക്രമിക്കുന്ന, പീഡിപ്പിക്കുന്ന ആ ദുരാത്മാവെല്ലാം കട്ടായി പോവുകയാണ്. ചിലർക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല. സ്വപ്നത്തിൽ ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ സ്വപ്നങ്ങൾ, എപ്പോഴും അവരെ കൊല്ലുന്ന സ്വപ്നങ്ങൾ, അവർക്ക് ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന പോലെ, അവരെ പാമ്പ് വന്ന് ശല്യപ്പെടുത്തുന്ന പോലെ, എപ്പോഴും നാശം സംഭവിക്കുന്ന പോലെ, വ്യത്യസ്ത ലെവലുകളാണ് പൈശാചികമായിട്ടുള്ള ആക്രമണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ഒരു ഡെലിവറൻസ് ഇവിടെ ഒഴുകുകയാണ്. ഈ സ്ഥലം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഒരു സ്ഥലമായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ദുരാത്മാക്കൾ അത് ഉള്ളിൽ കുടിയേറി പാർക്കുന്നുണ്ടെങ്കിൽ, ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെളിപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളത് നിയന്ത്രിക്കാൻ നോക്കണ്ട, നിങ്ങളത് പിടിച്ചു വെക്കണ്ട. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ അലട്ടുന്ന, നിങ്ങളുടെ ഉള്ളിൽ കുടിയേറി പാർക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ആ വാക്ക് എക്ക് ബാലോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. പുറത്താക്കുക. ദുരാത്മാക്കൾ കാറ്റ് പോലെയാണ്, സ്പിരിറ്റ് ബീങ്സ് ആണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ അവർ നമ്മുടെ ഉള്ളിൽ കാറ്റ് പോലെ. കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവേ എനിക്ക് ഫ്രീ ആകണം. മാനസികമായ വിഭ്രാന്തികൾ കാണും, രോഗത്തിൻ്റെ അവസ്ഥകൾ കാണും, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ കാണും, എപ്പോഴും നിരാശ, നിങ്ങൾക്കൊന്ന് തുറന്നു ചിരിക്കുവാൻ കഴിയാത്തൊരവസ്ഥ, എത്രയൊക്കെ ഉണ്ടെങ്കിലും റൈറ്റ്, ഇതെല്ലാം പൈശാചികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ്, പ്രഷറാണ്. എത്ര പേര് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് തുറന്നു വേണ്ടമേ നിങ്ങളെ തന്നെ. അതുപോലെ പിടിച്ചു വെക്കരുത്. ചിലർക്ക് കരയാനായിരിക്കാം. ദ സ്പിരിറ്റ് ഓഫ് ഗ്രീഫ്. സാധാരണ ആ വേദനയുടെയും വിഷമത്തിൻ്റെയും എപ്പോഴും നിരാശ കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ഗ്രീഫ്. അത് ദൈവികമായിട്ടുള്ള ഒരു കരച്ചിലല്ല. എപ്പോഴും എല്ലാത്തിനും കരയുന്നു. അതൊരു പൈശാചികം. നിരാശ വരുമ്പോൾ എന്താ? കരയുക. എപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തെറ്റായിട്ട് വരുന്ന, നെഗറ്റീവായിട്ട് വരുന്ന. അതുകൊണ്ട് ഈ ഒരു സമയത്ത് സ്തോത്രം, ദുരാത്മാക്കളെ കുത്തി ഇളക്കുക. അവരിയ്ക്കുന്ന കൂടുകളിൽ നിന്ന്. ദുരാത്മാക്കൾക്ക് അറിയാം, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാമെന്ന് പറയുന്ന പോലെ അഭിഷേകം വെളിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ? അത് മാനിഫെസ്റ്റ് ചെയ്യുക, അത് വെളിപ്പെടാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം ആ അഭിഷേകം, ആ സാന്നിധ്യം അതിനെ കുത്തിയിളക്കി യേശുവിൻ്റെ നാമത്തിൽ. പിന്നെ നിങ്ങൾ ദൈവത്തോട് നേരായി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേര് കട്ടായി, പിന്നെ അത് ഉണങ്ങിപ്പോവും. പിന്നെ അതിൻ്റെ ശക്തി അവിടെ പ്രബലപ്പെടത്തില്ല. നിങ്ങൾ ദൈവത്തോട് നിന്നാൽ അത് ദുരാത്മാക്കൾ അസ്വസ്ഥരാകും. അവർ വിട്ടുപോകാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.